ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞങ്ങളും സുഖമായിട്ട് ഇവിടെ ഇരിക്കുന്നു. പ്രത്യേകിച്ച് നെസ ബേബി സുഖമായിട്ടിരിക്കുന്നു. അവൾ വന്നതിന് ശേഷം ഇപ്പോൾ ഒന്നിനും സമയമില്ലാണ്ടായി, അറിയാലോ. ഇപ്പോൾ ലോങ് വീഡിയോസ് പോയിട്ട് ഇപ്പോൾ ഷോർട്ട് വീഡിയോസ് പോലും കറക്റ്റായിട്ട് ഇപ്പോൾ അപ്ലോഡ് ചെയ്യാൻ പറ്റാറില്ല. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നും എന്തായാലും ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഇന്ന് ഇറങ്ങി തിരിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ ലൈഫിൽ ഉണ്ടായ ഒരു ഇൻസിഡൻറ്റ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് അധികം വൈകാണ്ട് നമ്മുടെ സബ്ജക്റ്റിലോട്ട് പോകാം. അതിനു മുമ്പ് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അത് മാത്രമല്ല, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊക്കെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമില്ല. അതുകൊണ്ട് ആദ്യമേ അത് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ വീഡിയോ ഒന്ന് കാണുക. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ വിഷയത്തിലോട്ട് വരാം. ഒരു കഥ പറയാം. അതായത് കഥയല്ല കേട്ടോ, ഇത് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു കാര്യമാണ്. കഴിഞ്ഞ വർഷം ഞാൻ കാനഡയിൽ നിന്ന് ആദ്യമായിട്ട് നാട്ടിൽ വന്ന സമയത്ത് ഉണ്ടായ ഒരു സംഭവമാണ്. ഇപ്പോൾ കുഞ്ഞു കുഞ്ഞു ഷൂട്ടും പ്രൊമോഷൻ വർക്കുകളായിട്ട് നടക്കുന്ന ഒരു സമയം. ആ ഒരു ടൈമിൽ എല്ലാ വർക്കിനും എല്ലാ കാര്യങ്ങൾക്കൊന്നും നമ്മൾക്ക് എപ്പോഴും ലെൻസ് യൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. പക്ഷേ ഒന്ന് രണ്ട് ഷൂട്ടിനൊക്കെ എനിക്ക് അങ്ങനെ ചെയ്യേണ്ട വന്നിട്ടുണ്ട്. പക്ഷേ ഒരു പ്രാവശ്യം ചെയ്തതിൽ എനിക്ക് പണി പറ്റിപ്പോയി. പണി കിട്ടിയെന്ന് പറഞ്ഞാൽ നല്ല മൂന്നാന്തരം പണിയായിരുന്നു എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. കാരണം എനിക്ക് ലെൻസ് തനിയെ വെക്കാൻ അറിയില്ല. അതൊരു പാർലറിൽ പോയിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പാർലറിൽ പോയി ഞാൻ വെക്കുന്ന സമയത്ത് എനിക്ക് നമ്മൾ ലെൻസ് വെക്കുമ്പോൾ വെച്ചവർക്കറിയാലോ, കണ്ണിന്ന് വെള്ളം വരാറുണ്ട് സ്വാഭാവികമായിട്ട്. അപ്പോൾ ആദ്യം എനിക്ക് വലതേ കണ്ണിൽ വെച്ച് കുഴപ്പമില്ല, പക്ഷെ ഇടതേ കണ്ണിലാണ് എനിക്ക് ഈ ഒരു പ്രശ്നം വന്നു കിടന്നതാണെന്ന് എൻ്റെ ഓർമ്മ. അപ്പോൾ എനിക്കിത് വെച്ച സമയത്ത് തന്നെ എനിക്കൊരു എന്തോ നമ്മളെ കണ്ണിൽ ഒരു ഉറുമ്പൊക്കെ വീഴുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. ആ ഒരു അവസ്ഥയിലൂടെയാണ് ഞാൻ അപ്പം തൊട്ടേ കടന്നു പോയത്. എനിക്ക് അപ്പം തന്നെ അതെടുത്ത് റിമൂവ് ചെയ്ത് കളയേണ്ട ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ എനിക്ക് ആ പ്രോഗ്രാമിലേക്ക് എനിക്കിത് ആവശ്യമായിരുന്നു. അതുകൊണ്ട് ഞാനത് വെച്ചെന്ന് പറഞ്ഞാൽ പോരാ, എനിക്ക് ആ ഒരു മൊമെന്റ് തൊട്ട് എനിക്ക് വീട്ടിൽ വന്നപ്പോൾ തൊട്ട് ചെറിയ ചെറിയ ഒരു ബ്ലർനെസ് പോലെയൊക്കെ വന്നു തുടങ്ങി കേട്ടോ. പിന്നെ ഈ ഒരു പ്രോഗ്രാം കഴിയുന്നത് വൈകുന്നേരം 7 മണി 8 മണി സമയമാണ്. അത്രയും നേരം അതെൻ്റെ കണ്ണിലുണ്ടായിരുന്നു. നിങ്ങൾ ആലോചിക്കണം. എനിക്കെന്താ പറയാ, ഞാൻ സ്റ്റേജിൽ നിന്ന് ഞാൻ അനൗൺസ് ചെയ്യുന്ന സമയത്തും ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്തൊക്കെ എനിക്ക് ഈ ഒരു ബ്ലർനെസ് ഉണ്ടായിട്ടുണ്ട്. പിന്നെ എന്താ ഒരു ഉച്ചയൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് എല്ലാവരും രണ്ടായിട്ടൊക്കെ കാണുക. എന്താ പറയുക, ഞാൻ അനുഭവിച്ച ഒരു ഫീലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു, ഏത് സമയത്ത് ഈ സാധനം എൻ്റെ കണ്ണിൽ വെച്ചേന്നൊക്കെ എൻ്റെ മനസ്സിൽ എന്താ പറയാ, കാശ് കൊടുത്ത് നമ്മൾ കടിക്കണ പട്ടീനെ മേടിക്കാന്ന് പറയല്ലേ, അതേ അവസ്ഥയായിരുന്നു. എല്ലാ മേക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ വെച്ചതാണ് ഈ ഒരു ലെൻസ്. ഇത് ഇത്രത്തോളം പ്രശ്നം എൻ്റെ കണ്ണിൽ വരുത്തുന്നത് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നതിന് ശേഷം ഞാൻ വീട്ടിൽ വന്നപ്പോൾ ഭയങ്കരമായിട്ട് ലേറ്റ് ആയിട്ടാണ് വന്നത്. വന്ന വഴിക്ക് തന്നെ ഞാൻ ഈ ഒരു ലെൻസ് നമ്മൾ നല്ലപോലെ കൈയൊക്കെ കഴുകിയതിന് ശേഷം വേണം നമ്മൾ ലെൻസ്, അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും, ലെൻസ് എടുത്ത് മാറ്റാനായിട്ട്. അങ്ങനെ ഞാൻ എടുത്തു മാറ്റി നല്ലപോലെ വാഷ് ചെയ്തു തണുത്ത വെള്ളത്തിൽ. പിറ്റേ ദിവസം രാവിലെ എണീക്കുന്നതോടുകൂടി തന്നെ എല്ലാ പ്രശ്നങ്ങളും മാറുമെന്ന് വിചാരിച്ച് സുഖമായിട്ട് ഞാൻ കിടന്നുറങ്ങി. പക്ഷേ ആ ഉറക്കത്തിന്റെ ഇടയിലും എനിക്കിങ്ങനെ കണ്ണിലടക്കി ഇങ്ങനെ കടിക്കുന്ന പോലെയൊക്കെ എനിക്ക് തോന്നിയായിരുന്നു. എന്ന് വെച്ചാൽ മാന്താനും പറ്റില്ലല്ലോ, എന്ന് വെച്ചാൽ കണ്ണല്ലേ നമ്മുടെ, ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അങ്ങനെ എന്താ പറയാ, ഒരു വിധത്തിൽ ഞാൻ അങ്ങനെ നേരം വെളുപ്പിച്ചു. പിറ്റേ ദിവസമായിട്ടും എനിക്ക് കണ്ണിൽ ഭയങ്കര ഇറിറ്റേഷൻ പോലെ വന്നു തുടങ്ങി, കണ്ണിൽ നിന്ന് വെള്ളം വന്നു തുടങ്ങി. ഉച്ചയ്ക്ക് ശേഷമായപ്പോൾ അതിത്തിരി ഓവറായി തുടങ്ങി. കാരണം കണ്ണ് ചോക്കാൻ തുടങ്ങി. അങ്ങനെ പല എന്തൊക്കെ പ്രശ്നങ്ങളിലൂടെയാണ് ഞാൻ അന്ന് കടന്നു പോയത്. ഞാൻ ശരിക്കും ഈ ഒരു വീഡിയോ അന്നേ ചെയ്യേണ്ടതായിരുന്നു, പക്ഷെ എന്തുകൊണ്ടോ അതൊക്കെ ലേറ്റ് ആയിപ്പോയി. അങ്ങനെ പിന്നെ അത് മാത്രമല്ല, എനിക്ക് അതിനുശേഷം എനിക്കിത് എന്താ പറയാ, എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യാനായിട്ടൊരു മടിയായിരുന്നു. കാരണം എൻ്റെ ഭാഗത്തുനിന്ന് പറ്റിയൊരു മിസ്റ്റേക്ക് ആണല്ലോ. അതുകൊണ്ട് ഞാൻ മാക്സിമം ആരുടെ അടുത്തൊന്നും പറഞ്ഞില്ല. മമ്മി ഇങ്ങനെ ചോദിച്ചായിരുന്നു എന്താ കണ്ണിൽ പറ്റിയെന്ന് വെച്ചപ്പോൾ ഇത് പറഞ്ഞ ഈ ലെൻസ് വെച്ച കാരണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വല്ല ചീത്തയൊക്കെ കേൾക്കും. അതുകൊണ്ട് ഞാനൊന്നും മിണ്ടിയില്ല. ഞാൻ പറഞ്ഞു കണ്ണിലെന്തോ കരട് പോയതാന്നൊക്കെ പറഞ്ഞ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. പക്ഷെ അതുകൊണ്ടല്ല, ഇത് ഈ ലെൻസ് വെച്ചതിൻ്റെ സൈഡ് എഫക്റ്റ് തന്നെയാണെന്ന് ഞാൻ എൻ്റെ ഞാൻ വിധി എഴുതി. അങ്ങനെ എനിക്ക് തോന്നുന്നു കുഞ്ഞാവിടെ ബഹളം വെക്കുന്നുണ്ടെന്ന് തോന്നുന്നു. മമ്മിയുള്ള ആശ്വാസത്തിലാണ് ഞാനിവിടെ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. ഡോക്ടർ എന്നെ കണ്ടപ്പോൾ തന്നെ പറഞ്ഞൊരു കാര്യമാണ്, മോള് ലെൻസ് വെക്കാറുണ്ടോ എന്ന്. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു പ്രോഗ്രാമിന് വേണ്ടി വെച്ചതാണ്. രാവിലെ 11 മണി തൊട്ട് വൈകുന്നേരം 11 മണി വരെ ഇത് എൻ്റെ കണ്ണിലുണ്ടായിരുന്നു. അപ്പോൾ എന്താ പറയാ, ഞാനങ്ങനെ സ്ഥിരമായി ലെൻസ് വെക്കുന്ന ഒരാളല്ല. പക്ഷെ ഇങ്ങനെ ഒരു പ്രോഗ്രാമിന് വേണ്ടി വെച്ചതാണ്. നേരത്തോട് നേരം വരെ കണ്ണിലുണ്ടായിരുന്നത് കൊണ്ടും ഒരു ദിവസം മുഴുവനും ഞാനിതിങ്ങനെ വെച്ചുകൊണ്ടിരുന്നത് കൊണ്ടും ഒക്കെ എൻ്റെ കണ്ണിൽ അത് ഇൻഫെക്ഷനായിട്ട് മാറി. അപ്പോൾ ഇവിടെ നെസ ബേബി ഇരുന്ന് കരയുന്ന ശബ്ദം നിങ്ങൾക്ക് കേൾക്കാട്ടോ. അവിടേക്ക് മമ്മി അവിടെ എൻ്റെ മമ്മിയായിട്ട് അവൾ കളിക്കുകയാണ്. ആ ഒരു ധൈര്യത്തിലാണ് ഞാനിപ്പോൾ ഇവിടെ വന്ന് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഡോക്ടർ എനിക്ക് അതിന് വേണ്ടിയിട്ടുള്ള മരുന്നുകളൊക്കെ തന്നായിരുന്നു. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, ചില ലെൻസുകൾ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഇതിൽ
വില കുറഞ്ഞ വളരെ ലോക്കലായിട്ടുള്ള ലെൻസുകൾ നമ്മൾ മേടിച്ച് വെക്കുമ്പോഴൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം. എനിക്കിത് വെക്കാൻ അറിയില്ല, ഞാനത് പാർലറിലാണ് വെച്ചത്. അപ്പോൾ ഇത് നമ്മൾ മേടിക്കുമ്പോഴും നമ്മൾ ചൂസ് ചെയ്യുന്ന സാധനം ഏറ്റവും ബെസ്റ്റ് ആയിരിക്കണം. വില കുറഞ്ഞ ലെൻസ്, വില കൂടിയത്, അങ്ങനെ പല പല എന്തോ ഇതുകളുണ്ട് ഇതിന്. എനിക്കിതിനെക്കുറിച്ച് ആധികാരികമായിട്ടൊന്നും അറിയില്ല കേട്ടോ, പക്ഷെ ഞാൻ പറയാണ്. അതൊന്നാമത്തെ കാര്യം. പിന്നെ ചില ലെൻസിലൊക്കെ എൻ്റെ അടുത്ത് പാർലറിലെ ചേച്ചി പറഞ്ഞത് ചിലപ്പോഴൊക്കെ ഇങ്ങനെ കരടൊക്കെ ഇരിക്കാറുണ്ട്, അങ്ങനെയൊക്കെ വരാമെന്നൊക്കെ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് ലെൻസ് വെച്ചതിൻ്റെ അലർജി തന്നെയാണ്. അപ്പോൾ ഇത് 48 മണിക്കൂറിനുള്ളിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് ഉണ്ടാവുമ്പോൾ ഇതിന് നമ്മൾ ട്രീറ്റ്മെന്റ് മസ്റ്റായിട്ടും എടുത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. എനിക്ക് എന്തോ ഒരു ഭാഗ്യത്തിനാണ് ഡോക്ടറെ അടുത്ത് പോവാൻ തോന്നിയത്. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ കണ്ണിന്റെ കാര്യമാണ്. ശരിക്കും നമ്മൾ കാണുന്നവരൊക്കെ പറയില്ലേ കണ്ണുള്ളപ്പോൾ കണ്ണിന്റെ വില അറിയില്ല എന്നുള്ളത്. ആ ഒരു സ്റ്റേജിലൂടെ ഞാൻ അപ്പോൾ കടന്നുപോയി. എനിക്ക് എൻ്റെ ഇടതേ കണ്ണൊക്കെ, ഞാൻ പറഞ്ഞില്ലേ ആ ഒരു പ്രോഗ്രാം കഴിയുന്ന വരെയും എനിക്ക് സ്റ്റേജിൽ നിന്ന് എല്ലാവരും നോക്കുമ്പോൾ 2 ആയിട്ടാണ് തോന്നണേ. അങ്ങനത്തെ ഒരു വല്ലാത്തൊരു ഇൻസിഡന്റ് ആയിരുന്നു. ഇനിയിപ്പോൾ ഞാനത് ഓർക്കാനേ ആഗ്രഹിക്കുന്നില്ല. അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ലെൻസ് വെക്കുമ്പോൾ എപ്പോഴും നിങ്ങൾ സൂക്ഷിച്ചു വെക്കുക. അതിലെന്തെങ്കിലും കരടുണ്ടോ എന്നുള്ളതൊക്കെ ടെസ്റ്റ് ചെയ്തിട്ടൊക്കെ നോക്കിയിട്ട് നിങ്ങൾ വെക്കുക. കോണ്ടാക്ട് ലെൻസ് സ്ഥിരമായിട്ട് വെക്കുന്നവർക്കും ഈ ഒരു പ്രശ്നം പറയുന്നുണ്ട്. അതുപോലെ തന്നെ എൻ്റെ പോലെ എന്തെങ്കിലും എൻ്റെ കല്യാണത്തിനും എൻഗേജ്മെന്റിനും ഒക്കെ ഞാനത് വെച്ചിട്ട് എനിക്കൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. പക്ഷെ എന്തോ അൺലക്ക്, അന്ന് ഭയങ്കര ഒരു പ്രശ്നമായിട്ട് എനിക്കത് മാറി. സോ എനിക്കിതാണ് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. നിങ്ങളും ലെൻസ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ, പ്രത്യേകിച്ച് സ്ഥിരമായി യൂസ് ചെയ്യുന്നവരാണെങ്കിൽ, നിങ്ങൾ നല്ലോണം സൂക്ഷിച്ചിട്ട് മാത്രം, നോക്കിയും കണ്ടും മാത്രം ലെൻസ് വെക്കാനായിട്ട് ശ്രമിക്കുക. എന്തെങ്കിലും നിങ്ങൾക്ക് ലെൻസ് വെക്കുമ്പോൾ ഇറിറ്റേഷനോ കാര്യങ്ങളോ ഉണ്ടായി കഴിഞ്ഞാൽ ആ ഒരു സ്പോട്ടിൽ തന്നെ നിങ്ങൾ ഡോക്ടറെ അടുത്ത് പോകണം, കാണിക്കണം. 48 മണിക്കൂറിനുള്ളിൽ നിങ്ങളിത് കാണിച്ചില്ലെങ്കിൽ ബ്ലൈൻഡ് ആയി പോകുന്ന വരെ നമ്മളിതിനെ കുറിച്ച് കേട്ടു. അപ്പം അത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു സംഭവമാണിത്. അപ്പം എനിക്കുണ്ടായ ഒരു സംഭവം വേറെ ആർക്കും ഇനി ഉണ്ടാവാതിരിക്കട്ടെ. അപ്പം നമ്മുടെ കുഞ്ഞുവാളോടെ കിടന്ന് കരയുന്നുണ്ട്. അപ്പം ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുമോ ഇല്ലെന്ന് അറിയില്ല. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുവരേക്കും വണക്കം.